ഇത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം. ഇഷ്ടവര പ്രദായകനായ സാക്ഷാൽ പരമശിവൻ പാർവതീ സമേതനായിരുന്ന് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവും നൽകി വരുന്ന ദേവസങ്കേതം. മഹേശ്വരന്റെ ഇടത്തെ തുടമേൽ വലതു കൈ വച്ചവളും ഇടതു കൈയിൽ ചെന്താമരപ്പൂവ് ധരിച്ചവളുമായ ശ്രീപാർവതിയെ ഇടത്തെ തുടമേലിരുത്തിയും ദേവിയുടെ സ്തനാഗ്രത്തിൽ ഇടതു കൈ വച്ചും മറ്റു 3 കൈകളിൽ വെൺമഴു, മാൻ, വരദം എന്നിവ ധരിച്ചും സ്വർണവർണ്ണത്തോടു കൂടിയവനും കാമദേവനെ പോലെ മനോഹരനും താമരപ്പൂവിൽ ഇരിക്കുന്നവനുമായ പാർവതീപതിയായ ശിവനെ തൃക്കവിയൂരപ്പനായാണ് ഭക്തജനങ്ങൾ ഇവിടെ പൂജിച്ചാരാധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിലാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ല പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ കിഴക്കായി കുടികൊള്ളുന്ന ഈ ക്ഷേത്ര സങ്കേതത്തിലേക്ക് വന്നെത്തുന്നതിനുള്ള മാർഗം ഇപ്രകാരമാണ്. തിരുവല്ല ഭാഗത്തു നിന്നും വരുന്നവർക്ക് തിരുവല്ല കോഴഞ്ചേരി റോഡിൽ മനക്കച്ചിറ കവലയിൽ നിന്ന് 1.5 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ്. തിരുവല്ല കോഴഞ്ചേരി റോഡിലെ തോട്ടഭാഗം കവലയിൽ നിന്ന് ചങ്ങനാശ്ശേരി റോഡിൽ 2 കിലോമീറ്റർ സഞ്ചരിച്ചാലും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്നെത്താവുന്നതാണ്. ത്രേതായുഗത്തിൽ സാക്ഷാൽ ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെട്ടു വരുന്ന കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ശ്രീരാമചന്ദ്രനും ആഞ്ജനേയ സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. അത് ഇപ്രകാരമാണ്. രാമരാവണ യുദ്ധാനന്തരം ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായി സുഗ്രീവൻ, ഹനുമാൻ, വിഭീഷണൻ തുടങ്ങിയ മിത്രങ്ങളോടുകൂടി പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങവേ കവിയൂർ ദേശത്തിന്റെ ചാരുതയിൽ ആകൃഷ്ടനാകുകയും അവിടെ ഇറങ്ങുകയും ചെയ്തു. ശിവപ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ് കവിയൂർ എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ പ്രതിഷ്ഠയ്ക്ക് ഉത്തമമായ ഒരു മുഹൂർത്തം ആസന്നമായിരിക്കുന്നുവെന്നും അതിനായി ലക്ഷണമൊത്ത ഒരു ശിവലിംഗം തേടിയെടുത്തുകൊണ്ടുവരുവാൻ തന്റെ ദാസനായ ഹനുമാൻ സ്വാമിയോട് ആജ്ഞാപിക്കുകയും ചെയ്തു. ശിവലിംഗത്തിനായി കൈലാസത്തിലേക്ക് യാത്ര തിരിച്ച ഹനുമാൻ സ്വാമി പ്രതിഷ്ഠാകർമ്മത്തിനുള്ള ഉത്തമമായ മുഹൂർത്തം എത്തിയിട്ടും മടങ്ങിയെത്തിയില്ല. മുഹൂർത്തം വിഫലമാകരുതെന്ന് കരുതി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം ചമച്ച് പ്രതിഷ്ഠ നിർവഹിച്ചു. ശ്രീരാമചന്ദ്രൻ നടത്തിയ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം ബോധ്യപ്പെട്ട ആഞ്ജനേയൻ ഭക്തി പാരവശ്യത്താൽ രാമപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ലോക അവസാനം വരെ ആ പുണ്യസങ്കേതത്തിൽ ധ്യാനനിരതനായി കഴിയുവാൻ തന്നെ അനുവദിക്കണമെന്ന് ശ്രീരാമചന്ദ്രനോട് അപേക്ഷിക്കുകയും ചെയ്തു. ശ്രീരാമചന്ദ്രൻ അപ്രകാരം അനുമതി നൽകുകയും അന്നുമുതൽ ആഞ്ജനേയന്റെ സാന്നിധ്യത്താൽ ഈ ശിവക്ഷേത്രം പാവനതരമാവുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പിന്നീട് താൻ കൊണ്ടുവന്ന ശിവലിംഗം ഹനുമാൻ സ്വാമി സമീപമുള്ള ഒരു കുന്നിലേക്ക് നിക്ഷേപിക്കുകയും അത് പിന്നീട് കണ്ടെടുത്ത് സ്ഥാപിച്ചതാണ് ഇന്ന് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വാതിലിന് പുറത്തു കാണുന്ന ഈ ശ്രീകോവിലെന്നാണ് വിശ്വാസം. ഏതാണ്ട് 1000 കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന കവിയൂർ മഹാദേവ ക്ഷേത്രം മുൻപ് കവിയൂർ ഗ്രാമക്കാരായ 10 ഇല്ലത്തിൽ പോറ്റിമാരുടെ ഊരാൺമ ക്ഷേത്രമായിരുന്നു. മൂത്തേടത്ത് വടശ്ശേരി, കച്ചിറ വടശ്ശേരി, ചാത്യാടത്ത് നൈതല്ലൂർ വേങ്ങശ്ശേരി, കിഴക്കിനേത്ത് വേങ്ങശ്ശേരി, കവിയൂർ, കിഴക്കേ തെങ്ങുംപള്ളി എന്നിവയ്ക്ക് ഓരോ അവകാശം വീതവും 10ാമത്തേതായി കടുത്താനമര, നെടുങ്ങാല, ആറ്റുപുറം എന്നിവയ്ക്ക് 1/4 വീതം എന്നിങ്ങനെയായിരുന്നു ഊരാൺമ അവകാശം. മുൻപ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പാർവതീ പ്രതിഷ്ഠ ഇല്ലായിരുന്നുവെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. പിൽക്കാലത്ത് കൊല്ലവർഷം 1068 മകരത്തിലെ ഉത്രട്ടാതി നാളിലായിരുന്നു പാർവതീ ദേവിയുടെ പ്രതിഷ്ഠ. കിഴക്കേ നടയിൽ ശിവന്റെ ഇടത്തേ തുടയിൽ പാർവതീദേവി ഇരിക്കുന്നു എന്ന സങ്കല്പമുള്ളതിനാൽ
പടിഞ്ഞാറേ നടയിൽ പ്രത്യേകമായി പാർവതീദേവിയെ പ്രതിഷ്ഠിക്കേണ്ടതില്ലെന്ന അന്നത്തെ ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായത്തെ അവഗണിച്ച് പ്രതിഷ്ഠ നിർവഹിപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ ഉത്തരവനുസരിച്ചായിരുന്നു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് നടന്ന പ്രതിഷ്ഠയായതിനാൽ ഇവിടെ പാർവതീദേവി ശ്രീമൂല രാജേശ്വരി എന്നാണ് അറിയപ്പെട്ടു വരുന്നത്. കവിയൂർ എന്ന ദേശത്തിന് ആ പേര് വീണതിനു പിന്നിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. കവിയൂരിൽ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കു ശേഷം ഈ പുണ്യസങ്കേതത്തിൽ ധ്യാനനിരതനായി കഴിയാൻ അനുവദിക്കണമെന്ന ഹനുമാൻ സ്വാമിയുടെ അപേക്ഷ ശ്രീരാമചന്ദ്രൻ അനുവദിക്കുകയും അതിൻ പ്രകാരം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിനകത്തുള്ള ഇലഞ്ഞുമരച്ചുവട്ടിൽ ബ്രഹ്മധ്യാനം ചെയ്ത് കുറേ കാലം വാണരുളുകയുമുണ്ടായി. അസംഖ്യം വാനരന്മാരും ആ ഇലഞ്ഞുതറയിൽ വാസമുറപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഈ സ്ഥലത്തിന് കവിയൂർ എന്ന പേര് വരികയും കാലാന്തരത്തിൽ കവിയൂർ കവിയൂറായി മാറുകയും ചെയ്തു എന്നാണ് വിശ്വാസം. തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്നാണ് ഇവിടുത്തെ ദാരുശില്പങ്ങൾ. ബലിക്കൽപുര, വാതിൽമാടം, നമസ്കാര മണ്ഡപം എന്നിവിടങ്ങളിലെ മച്ചിലും ശ്രീകോവിലിന്റെ ചുവരിലുമായി ഈ ദാരുശില്പങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. രാമായണം, ഭാഗവതം, ശിവപുരാണം എന്നിവയെ അവലംബിച്ചുള്ള ശില്പങ്ങളാണ് അധികവും ഇവിടെ കാണാൻ കഴിയുന്നത്. കിഴക്കോട്ട് ദർശനമായാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം കുടികൊള്ളുന്നത്. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലോട് കൂടിയ ഇവിടുത്തെ താന്ത്രിക അവകാശം പറമ്പൂരില്ലത്തിനാണ്. വളരെ സങ്കീർണമായ അനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ഈ മഹാക്ഷേത്രം ഏറ്റവും കൂടുതൽ ആട്ടവിശേഷങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. 5 പൂജയും 3 ശീവേലിയുമാണ് ഇവിടെയുള്ളത്. ശീവേലിക്ക് പാർവതി പരമേശ്വരന്മാരെ ഒരുമിച്ച് കിഴക്കേ നടയിലൂടെ എഴുന്നള്ളിക്കുന്നു. മുഖ്യപ്രതിഷ്ഠയായ ശിവന് പാൽപായസം, കടുംപായസം, വെള്ള നിവേദ്യം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ദ്വാദശി, പ്രദോഷം, തിരുവോണം, കൃഷ്ണപക്ഷാഷ്ടമി, സംക്രാന്തി, തിരുവാതിര എന്നീ മാസവിശേഷങ്ങൾ തൃക്കവിയൂരപ്പന് പ്രധാനമാണ്. പ്രദോഷ ദിവസം പ്രത്യേക പൂജകൾക്ക് പുറമെ വിശേഷാൽ ശിവേലിയുമുണ്ട്. ഹനുമാൻ സ്വാമി നടയിൽ 5 പൂജയും നവകവും പതിവുണ്ടെങ്കിലും ശീവേലിയില്ല. മകരമാസത്തിലെ ഉത്രട്ടാതി പാർവതിയുടെ തിരുനാളായി ആഘോഷിക്കുന്ന പതിവും ഇവിടെയുണ്ട്. ശ്രീമൂല രാജേശ്വരിയുടെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും 3 നേരം ആനപ്പുറത്ത് ശീവേലിയുമുണ്ട്. ധനുമാസത്തിലെ തിരുവാതിര കൊടിയേറ്റായി വരുന്ന അതിവിപുലമായ ഉത്സവമാണ് തൃക്കവിയൂരപ്പന്റെ പ്രധാന സവിശേഷത. 1-ാം ഉത്സവം മുതൽ 6-ാം ഉത്സവം വരെ നടത്തിവരുന്ന ഊരുവലത്ത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പാർവതീ സമേതനായ മഹാദേവന്റെ ചലനാത്മക പ്രസാദവും ധ്യാനനിരതനായ ആഞ്ജനേയന്റെ സ്ഥിര സാന്നിധ്യവും കൊണ്ട് ശ്രദ്ധേയമായ ഈ പുണ്യസങ്കേതം ശൈവ ചൈതന്യത്തിന്റെ 2 വിരുദ്ധഭാവങ്ങൾക്ക് നിത്യനിദാനമായി ഭക്തജനങ്ങൾക്ക് സകല അഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുകയാണ് ഇവിടെ തൃക്കവിയൂരപ്പൻ.